ഏറ്റവും മനോഹരവും ഹൃദ്യവുമായ ഒരു പ്രഭാഷണം മറ്റാരുമല്ല നടത്തിയത് ആദരണീയനായ റാഷിദ് ഗസാലി കോളിവയൽ, സൈൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന, ചെറുപ്രായത്തിൽ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഏറെ ശ്രദ്ധേയമായ പ്രഭാഷണത്തിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം തേടിയ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ സുന്ദരമായ സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. റാഷിദ് ഗസാലി സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കൊടുക്കും. പ്രിയപ്പെട്ട സൺഡേ സ്കൂളിലെ അധ്യാപകരെ, സംഘാടക സുഹൃത്തുക്കളെ, ഏറ്റവും ഉപരി ഇന്നത്തെ ദിവസത്തിന്റെ നിറവും സന്തോഷവുമായ സൺഡേ സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 3-4 ചെറുപ്പക്കാർ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ടൊന്ന് കളറായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് എവിടെ പോയാലും, ഏത് ക്യാമ്പസിൽ ക്ലാസ്സിന് പ്രോഗ്രാമുകൾക്ക് പോയാലും എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ ഒരു ക്ലീശ ഡയലോഗാണ്, നന്നായിട്ടൊന്ന് കളറാക്കണം എന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ സദസ്സ് കൊണ്ട് തന്നെ, സംഗമം കൊണ്ട് തന്നെ, ഈ കൂടിയിരിക്കുന്ന ഈ മുഹൂർത്തം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു ദിവസമാണ് ഇന്നിവിടെ. അപ്പൊ ഇതില് ഒരു പ്രഭാഷണത്തിന്റെ പ്രസക്തി അത്ര ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കലാപരിപാടികളും നിങ്ങളുടെ വളരെ വിശിഷ്ടമായ കൂടിയിരുത്തങ്ങളും കൂടിച്ചേരലുകളും ഒക്കെ ഇതം പ്രഥമമായി ജില്ലയിലുടനീളമുള്ള സൺഡേ സ്കൂളിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ദിവസമാണ്. ഇപ്പൊ ഒരു സാംസ്കാരിക സമാപന സംഗമത്തിന് മുന്നോടിയായി ഒരു സുദീർഘമായ ഭാഷണത്തിന് മുതിരാതെ കൃത്യം 30 മിനിറ്റിനുള്ളിൽ എന്റെ ആശയവിനിമയം ഇവിടെ ചുരുക്കി അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിവേഗം സഞ്ചരിക്കേണ്ടുന്ന ഒരു സംവേദന മേഖലയായതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ സുഹൃത്തുക്കളിൽ നിന്ന് ഒരുപക്ഷെ നല്ല വേഗതയിലുള്ള, നല്ല താല്പര്യത്തോടുകൂടിയുള്ള, ജാഗ്രതയോടുകൂടിയുള്ള കേൾവി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ സദസ്സിന്റെ പ്രത്യേകത, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ഒരുപറ്റം അധ്യാപകരും വൈദികരുമായിരുന്നു. ഒരേ ഒരു സ്വഭാവവും അതേ കാഴ്ചപ്പാടുകളുമുള്ള ഒരു കൂട്ടം. ഇവിടെ അധ്യാപകരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്, സംഘാടകരുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു പൂന്തോട്ടം പോലെ മനോഹരമായ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ സാഹസം പിടിച്ച ഉത്തരവാദിത്തമാണ് എന്ന ബോധം എനിക്കുണ്ട്. ഏതായിരുന്നാലും മനുഷ്യന്റെ മനസ്സിൽ എല്ലായിടത്തുമുള്ള നന്മയുടെ ചില ചിന്തകൾ നിങ്ങളുമായി കുറച്ച് സമയം സംവദിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് കുറേയേറെ മത്സരങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് 1, രണ്ടാമത്തെ ഉച്ച തിരിഞ്ഞിരിക്കുന്ന ഒരു സമയം, 3 പോകാനടുത്തിരിക്കുന്ന സമയം, ഈ 3 സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ 100% മനസ്സിലേക്ക് കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കില്ല. എന്നിരുന്നാലും ഞാനൊന്ന് ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 എന്ന് പറയുന്ന സമയത്ത് തുടർച്ചയായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റും. അത് റെഡി പറയാൻ? ഞാൻ 4 എന്ന് പറയുന്ന സമയത്ത് തുടർച്ചയായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യാം. റെഡി? 1, 2, 3. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പൂർണ്ണമായ മനസ്സിന്റെ കൂടെ ഇല്ല എന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങളോട് 4 എന്ന് പറയുന്ന തവണ മാത്രം നിങ്ങൾ ക്ലാപ്പ് ചെയ്യണം. സദസ്സിൽ ഒരാൾ ഒഴിയാതെ എല്ലാവരും ആവേശത്തോടെ ക്ലാപ്പ് ചെയ്തു. വൺസ് അഗെയിൻ ലെറ്റ് മീ ട്രൈ. സോ 1, 2, 3. ഇപ്പോഴും പ്രശ്നത്തിനില്ല. അവ ഏതെങ്കിലും കൃത്യമല്ല. 1, 2, 3, 4. 1, 2, 3. ഒരൊറ്റ 1, 2, 3, 4. 4 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ മറ്റൊന്നുമല്ല, ചോദിക്കാനുണ്ടായ സാഹചര്യം. നമ്മുടെ സമയത്ത് 4ാമത്തെ ചോദ്യം നിങ്ങൾ തൽക്കാലം മാറ്റി വെച്ചു. 1ാമത്തതും 2ാമത്തതും 3ാമത്തെയും ചോദ്യത്തിന്റെ പ്രത്യേകത, ഞങ്ങളോട് ചോദിച്ചു, നീളമുള്ള മൂക്കുള്ള ആളുകൾ കൈപൊക്കാൻ പറഞ്ഞു. അല്ലേ? അച്ഛൻ മാത്രം ബുക്ക് ചെയ്യും, അവിടെ ആരും ബുക്ക് ചെയ്യും. എന്തേ കാരണം? അങ്ങനെയില്ല, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അല്ല. ഞാൻ ചോദിച്ചത് നിങ്ങളോട് നീളമുള്ള മൂക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ലളിതമായി ചോദിക്കണം. നമ്മുടെ നാട്ടിൽ പിറന്നു വീണ കുഞ്ഞ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ചപ്പിയ മൂക്കുള്ള ആളുകളുള്ള ജാപ്പാനീസ്, ചൈനീസ് ഒക്കെ നേപ്പാളീസ് പോലെയുള്ള ആളുകൾ ആരെ വേണമെങ്കിലും നിങ്ങളെടുത്തോ. 1/2 സെന്റിമീറ്റർ നീളമില്ലാത്ത മൂക്കുള്ള ആളുകൾ ലോകത്ത് ആരെങ്കിലും കാണിച്ചാൽ പറ്റുന്നത്? നീളം മൂക്കിലില്ലാത്ത ലോകത്തിന് മനുഷ്യനെ കണ്ടിട്ടാണ് വരുന്നത്. പിന്നെന്തെങ്കിലും പൊക്കാതിരുന്നത്?
ഞങ്ങൾ ഉദ്ദേശിച്ചതേ വല്ലാതെ നീളമുള്ളവരെ. ഞാനൊന്നും പറഞ്ഞു, ഞാനിവിടെ പറഞ്ഞത് നീളമുള്ള മൂക്കുള്ള ആളുകൾ കൈമുക്കണം. അച്ഛനല്ലാത്ത എല്ലാവരും തൊട്ട് അളന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണല്ലോ, കുഴപ്പമൊന്നുമില്ല, പൊക്കിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കാൻ, ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ നീളം കൊണ്ട് ബുദ്ധിമുട്ടിയവർ കൈവക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ നീളമുള്ള മൂക്കുള്ളവർ കൈവക്കണം. നിങ്ങൾ ഉത്തരം തന്നില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു വീതിയുള്ള നെറ്റിയുള്ളവർ കൈവക്കും. ചില ആളുകൾ പിടിച്ച് പൊക്കിക്കണം, പൊക്കിക്കോ ഏതാണ്ട് കശന്റെ അടുത്തു കയ്യിലെത്തിയിട്ട് ഒരാളിങ്ങനെ നെറ്റൊക്കെ ഇങ്ങനെ അളന്നു നോക്കിയിട്ട് പൊക്കണം. നെറ്റിക്ക് വീതിയില്ലാത്ത ആരെയെങ്കിലും പ്രപഞ്ചനാഥൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞിട്ടുണ്ടോ? പറന്നു വീണ കുഞ്ഞു മുതൽ ഈ ഭൂമിയിൽ ആർക്ക് തെറ്റിക്കാം വീതിയില്ലാത്തത്? ഞാൻ അറിയിക്കണോ? യെസ്. പിന്നെ നിങ്ങൾ പൊക്കാതിരുന്നത് ഒരു 4-5 പേര് 10 പേര് മാത്രം പൊക്കാൻ കാരണം. അപ്പോഴും നിങ്ങൾ വിചാരിച്ചു ഞാൻ ചോദിക്കുന്നത് കഷണ്ടിക്കാരെ പറ്റി ആണ്. മൂന്നാമത് ഞാൻ ചോദിച്ചു ചുരുണ്ട മുടിയുള്ള ആളുകൾക്കായി പോകാം. പിന്നെ നേരത്തെ ചുരുണ്ട മുടിയെ ഐഡന്റിഫൈ ചെയ്ത ആളുകളൊക്കെ പൊക്കാൻ തുടങ്ങി. 1-2 സുഹൃത്തുക്കൾ അവർ വെറുതെ തലയിങ്ങനെ ചുഞ്ഞു നോക്കുന്നുണ്ട്, വെറുതെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. ഫിസിക്കലായ ചില സംഗതികൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചാലും ഇതാണ് അവസ്ഥ. നമ്മളിലെ ചില മുൻവിധികൾ ശരിയുത്തരം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കാറില്ല. അതുതന്നെയാണ് ഈ മനോഹരമായ സദസ്സിനുള്ളിൽ നിന്ന് ഒരു പകുതിയോളം വരുന്ന ആളുകൾ മാത്രമാണ് ഞാൻ ഈ പ്രപഞ്ചത്തിനുണ്ടായ ബ്ലെസ്സിംഗ് ആണ് എന്ന് വിശ്വസിക്കുന്നവർ. എന്തേ കാരണം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അത്ര വലിയ ബ്ലെസ്സിംഗ് ഒന്നും അല്ല ഞാൻ എന്ന് ആരെങ്കിലും തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. ഈ പ്രപഞ്ചത്തിൽ ദൈവം മനുഷ്യനോട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആരും ഒരിക്കൽ പോലും നിങ്ങളുടെയും ധർമ്മം അനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് വേണ്ടാത്തവരല്ല, ഈ ഭൂമിക്ക് നഷ്ടമായി വന്നവരല്ല, ഈ ഭൂമിക്ക് ഭാരമായി വന്നവരല്ല, ഈ പ്രപഞ്ചത്തിന് താങ്ങാൻ കഴിയാത്തവരല്ല. ഇവിടെ ഒരമ്മ എന്ന നിലയിൽ ഒരു കുഞ്ഞിന്റെ വസന്തമായി വന്നവരാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി വന്നവളാണ്. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു കുടുംബത്തിന്റെ നാഥനായി വന്നവരാണ്. കുട്ടികളുടെ അച്ഛൻ എന്ന നിലയിൽ സ്നേഹത്തോടുകൂടി ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു വഴികാട്ടിയായി വന്നവരാണ്. ഒരു മകൻ എന്ന നിലയിൽ ഒരു മാലാഖയെ പോലെ വന്നവരാണ്. ഒരു മകൾ എന്ന നിലയിൽ ഈ ഭൂമിയിലെ അനുഗ്രഹത്തിന്റെ അടയാളമായി കടന്നു വന്നവരാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഏറ്റെടുക്കുന്നു? ഈ ഭൂമിയിൽ ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനോഹരമായി നിർവഹിക്കുന്നു? ഇവിടെ എത്ര മനോഹരമായ ബാധ്യതകൾ നമ്മൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്ന ദിവസങ്ങൾ, ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ഉള്ളിൽ അറിയാതെ ഇന്ന് ഏത് മനുഷ്യരുടെയും ഉള്ളിൽ കടന്നു വരുന്ന ആലോചനയുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഞാൻ അത്രയൊന്നും വലിയ അനുഗ്രഹമല്ല എന്ന തോന്നൽ ഉള്ളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ ദൈവം അനുഗ്രഹിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞേക്കപ്പെട്ടിട്ടുള്ള ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിയാത്ത കാലം അത്രയും എനിക്ക് തിരിച്ച് ഈ ഭൂമിയിൽ കൊടുക്കാനുള്ള ധർമ്മം നിർവഹിക്കാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ്യം. അതാണ് ഷേക്സ്പിയർ ലോകത്തോട് പറഞ്ഞത്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ഐഡന്റിഫൈ തൈസെൽഫ്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയലാണ്. ഞാൻ എന്നെ അറിയലാണ്. എന്നെ അറിയുന്നതിനേക്കാൾ വലിയ അറിവ് വേറൊന്നുമില്ല. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെത്താൻ അറിയലാണ്. അവനവൻ അറിഞ്ഞാൽ അവൻ ദൈവത്തെ അറിഞ്ഞിരിക്കും. ദൈവത്തെ അറിയുക എന്നതിന്റെ ആദ്യ ശബ്ദം നീ നിന്നെ അറിയുക എന്നുള്ളതാണ്. ഞാൻ എവിടുന്ന് വന്നവനാണ്, എങ്ങോട്ട് പോകേണ്ടവനാണ്, ആരുടെ സൃഷ്ടിയാണ്, ആരാണ് എന്റെ സൃഷ്ടാവ്, ഈ ഭൂമിയുടെ സൗന്ദര്യം എന്താണ്, ഈ പ്രപഞ്ചത്തിന് എന്റെ അടയാളം എന്താണ്, ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കുള്ള ധർമ്മം എന്താണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ചിന്ത എന്റെ ഉള്ളിൽ രൂഢമൂലമായി ശക്തമായി കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാനാണ്, ഇവിടെ അർത്ഥം കൊണ്ടും ഈ ഭൂമിയിൽ നന്മ കൊണ്ടും ഇവിടുത്തെ വസന്തം കൊണ്ടും ഇവിടുത്തെ ഗുണം കൊണ്ടും ഈ പ്രപഞ്ചത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ബ്ലെസ്സിംഗ് എന്ന് വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ എനിക്ക് നൽകാനുള്ള സന്ദേശം, ചിലരൊക്കെ നമ്മുടെ കൂടെയുള്ളവർ പറഞ്ഞേക്കാം, നമ്മൾ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവർ സമ്മതിക്കില്ല നിങ്ങളൊരു ബ്ലെസ്സിംഗ് ആണെന്ന്. അതിന്റെ വെറുതെ തോന്നുകയാണ്. അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എന്നോട് ഒരു അമ്മ ഒരു സ്കൂളിൽ ക്ലാസ്സിൽ പോയപ്പോ ഒരു കുട്ടിയുടെ മാതാവ് എന്നോട് അടുത്ത് വന്നിട്ട് പറയാണ്, എന്റെ കുട്ടി എന്നോട് ഒരു ദിവസം രാവിലെ വന്നിട്ട് പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന്റെ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഉടനെ പറഞ്ഞു അത് മുജ്ജന്മ ശാപം. ഞാൻ ചോദിച്ചു അതെങ്ങനെ ശാപം വരിക? ഉടനെ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് TV ഒക്കെ കാണുന്ന കുട്ടികൾ അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇതിനേക്കാൾ വസതായിട്ടല്ലേ കുട്ടികൾ കണ്ണും കേട്ടും വളർന്നു വരുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ അയൽപക്കത്തുള്ള കുട്ടികളൊക്കെ അമ്മമാരോട് ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ല. അതാണ് എല്ലാവരും പറയുന്നത്. നിന്റെ കുട്ടിക്ക് മാത്രമേ ഈ പ്രശ്നം ഉള്ളൂ. അതാണ് സാർ നിങ്ങളോട് പറഞ്ഞത്. ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവനൊന്ന് ശരിയാക്കാൻ പറ്റും. ഞാൻ തിരിച്ചു പറഞ്ഞു
അപ്പുറത്തെ വീട്ടിലെ കുട്ടികളിലൊന്നും കാണാത്ത ഒരു ശത്രുത, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിലും കാണാത്ത ശത്രുത നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ അത് കുട്ടിയിലേക്കല്ല അതിന്റെ വിരലുകൾ ചൂണ്ടേണ്ടത്. ആ കുട്ടിക്ക് ഒരു അനുഗ്രഹമായി തോന്നുന്ന ഒരു അമ്മയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയി. ഏതൊരു സ്നേഹമുള്ള കുഞ്ഞിന്റെ ഉള്ളിലേക്കും ആ വലിയ നന്മയുടെ അടയാളമായി കടന്നു ചെല്ലാൻ ഒരു മാതാവിന് കഴിയാതെ പോകുമ്പോൾ അവർ കുട്ടികളുടെ മാത്രമല്ല, സമൂഹത്തിന്റെ മാത്രമല്ല, ജീവിക്കുന്ന ഏത് കാലത്തിന്റെ അടയാളപ്പെടുത്തുന്ന ഏത് ലോകത്തിന്റെയും ശത്രുവായി നമ്മൾ മാറുക സ്വാഭാവികമാണ്. ഈ പ്രപഞ്ചത്തിൽ ലോകത്തിലെ എല്ലാ മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു ധർമ്മം നിങ്ങൾക്കും എനിക്കും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ബ്ലെസ്സിംഗ് ആയി മാറാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ ബ്ലെസ്സിംഗിന്റെ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗിഫ്റ്റ് ആൻഡ് ബ്ലെസ്സിംഗ്. രണ്ട് സ്ഥലങ്ങൾ പറയാം. ഗിഫ്റ്റ് എന്ന് പറയും, അതുപോലെ തന്നെ ബ്ലെസ്സിംഗ് എന്ന് പറയും. വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ? എന്താണ് ഗിഫ്റ്റ്, എന്താണ് ബ്ലെസ്സിംഗ്? എന്തെങ്കിലും വ്യത്യാസം? രണ്ടും ഒരുപോലെയാണ്. ഐ ആം എ ഗിഫ്റ്റ്, ഐ ആം എ ബ്ലെസ്സിംഗ്. ഏതാ നല്ലത്? ബ്ലെസ്സിംഗ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഗിഫ്റ്റിനൊരു ഉദാഹരണം പറയൂ. ഗിഫ്റ്റിനൊരു ഉദാഹരണം പറയൂ. നമ്മൾ കിട്ടുന്ന ഒരു മെഡൽ. ബ്ലെസ്സിങ്ങിനൊരു ഉദാഹരണം പറയൂ. ദൈവം നൽകുന്നത്, മുകളിൽ നിന്ന് നൽകുന്നത്. മഴ ഗിഫ്റ്റാണോ ബ്ലെസ്സിംഗ് ആണോ? ഗിഫ്റ്റാണോ ബ്ലെസ്സിംഗ് ആണോ? ബ്ലെസ്സിംഗ് ആണ്. അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ബ്ലെസ്സിംഗ് ആണോ മനുഷ്യന്റെ സദാ ഉണ്ടാകേണ്ടത്? ഗിഫ്റ്റാണ്, ബ്ലെസ്സിംഗ് ആണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ദുരന്തം, നമ്മൾ ഗിഫ്റ്റ് തൃപ്തി അടയുന്നവരാണ്. കയ്യിൽ കിട്ടുന്ന പൊതികളെ നോക്കി നടക്കുന്നവരാണ്, കിട്ടുന്ന മെഡലുകളെ നോക്കി നടക്കുന്നവരാണ്, കയ്യിൽ പിടിക്കുന്ന റാങ്കുകളെ നോക്കി നടക്കുന്നവരാണ്. പൊതു സമ്മാനങ്ങളുടെ മുന്നിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ താൽക്കാലികമായി കിട്ടുന്ന ചില ഗിഫ്റ്റുകളാണ് നമുക്ക് പ്രധാനം. അതിനപ്പുറത്തേക്ക് മനുഷ്യന് സന്തോഷം നൽകുന്ന ആത്യന്തികമായ ഒരു ബ്ലെസ്സിംഗ് ആയി മാറാൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രപഞ്ചത്തെ ദൈവം ക്രമീകരിച്ചത് അങ്ങനെയാണ്. മരം ഒരു ഗിഫ്റ്റ് അല്ല, മരം ഒരു ബ്ലെസ്സിംഗ് ആണ്. മഴ ഒരു ഗിഫ്റ്റ് അല്ല, മഴ ഒരു ബ്ലെസ്സിംഗ് ആണ്. ഈ പ്രപഞ്ചത്തിന്റെ മണ്ണ് ഒരു ഗിഫ്റ്റ് അല്ല, മണ്ണ് ഒരു ബ്ലെസ്സിംഗ് ആണ്. നിങ്ങളുടെ അമ്മ ഒരു ഗിഫ്റ്റ് അല്ല, അമ്മ ഒരു ബ്ലെസ്സിംഗ് ആണ്. നിങ്ങളുടെ മകൻ ഒരു ഗിഫ്റ്റ് അല്ല, മകൻ ഒരു ബ്ലെസ്സിംഗ്. കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം, നമ്മുടെ കയ്യിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും അത് അനുഗ്രഹത്തിന്റെ അതിർത്തി ലംഘിച്ച് അത് പരീക്ഷണങ്ങളും ശാപങ്ങളുമായി പോകുന്നു. പ്രിയമുള്ളവരെ, ലോകത്ത് എല്ലാ ദൈവിക സന്ദേശങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഒരമ്മ മരണം വരെ അനുഗ്രഹമായിരിക്കണം, ഒരച്ഛൻ മരണം വരെ അനുഗ്രഹമായിരിക്കണം, ഒരധ്യാപകൻ ഈ ഭൂമിയുള്ളിടത്തോളം കാലം അനുഗ്രഹത്തിന്റെ അടയാളമായിരിക്കണം. ഒരു കുഞ്ഞ് ഒരു മകളെന്ന നിലയിൽ, മകനെന്ന നിലയിൽ എന്റെ വീട്ടുകാർക്ക്, എന്റെ സ്വന്തക്കാർക്ക് ഞാനൊരു അനുഗ്രഹമായി നിലനിൽക്കണം. ആ അനുഗ്രഹമായി നിലനിൽക്കാൻ എന്താ? അങ്ങനെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആകാൻ, ഈ ഭൂമിയിൽ ഒരു പ്രോസ്പെറസ് ജനറേഷൻ ആകാൻ, അങ്ങനത്തെ ഒരു തലമുറയുടെ ഭാഗമായി എനിക്ക് മാറണമെങ്കിൽ ഞാൻ അതിയായി പരിശ്രമിച്ചേ മതിയാവും. ഞാൻ എന്റെ ചിന്തയിൽ മാറ്റം വരുത്തിയേ മതിയാവും. ഞാൻ എന്റെ ആലോചനയിൽ മാറ്റം വരുത്തിയേ മതിയാവും. ഞാൻ എന്റെ ഉള്ളിൽ ശരിയായ സന്തോഷം കണ്ടെത്താനുള്ള പ്രവർത്തികൾ ആരംഭിച്ചേ മതിയാവും. അത് എന്റെ ഏറ്റവും വലിയ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്നെ ഒരു അനുഗ്രഹമായി നിലനിർത്താൻ എന്താ ചെയ്യാൻ പറ്റുക? അതേക്കുറിച്ചുള്ള 3-4 ഘടകങ്ങൾ മാത്രമേ പറയുന്നത്. How can you ensure you are a blessing to this universe? ഈ പ്രപഞ്ചത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾ എന്ന ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? How many of you are believing sternly that you are a blessing? Can you please loudly say I am a blessing? ഒരാൾക്ക് ആവേശത്തോടെ I am a blessing എന്ന് പറയാൻ പറ്റുമോ? Yes. Ready? 1, 2, 3, start. പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അറിയുന്നവരാണ് അപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. ഒന്നുകൂടി ആവേശത്തെ I am a blessing to the universe. Ready? 1, 2, 3, start. എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ മടി കാണിക്കുന്നത്? കാരണം ഭൂമിയിൽ മറ്റൊരാൾ നിങ്ങളെ നോക്കി പറയാൻ സാധ്യതയില്ലാത്ത ഒരു വാക്കാണ്. നമ്മളെങ്കിലും പറഞ്ഞിട്ട് ജീവിതത്തിൽ സന്തോഷം അടയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഡെയിലി രാവിലെ പച്ചമുങ്ങിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് പറയാം, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന ഏറ്റവും വലിയ അനുഗ്രഹം. കഥ തുറന്ന് പുറത്തിറങ്ങും ഭർത്താവ് പറയും അല്ല, മക്കൾ പറയും ആര് പറഞ്ഞു, വീട്ടുകാർ പറയും അത് നിങ്ങൾക്ക് മാത്രം തോന്നിയ മതി. ഈ 100 കൂട്ടം ചോദ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ വീണ്ടും സർവൈവ് ചെയ്യണം, ഞാൻ വീണ്ടും പരിശ്രമിക്കുകയാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം കടന്നു വന്ന വഴികളിൽ നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് സ്വീകരിക്കപ്പെട്ടവരല്ല. നിങ്ങൾ നോക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതം, നിങ്ങൾ നോക്ക് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ജീവിതം. പട്ടുമെത്ത സ്വീകരിച്ച് പരവതാനി വിരിച്ച് ആളുകൾ കയറി വന്നപ്പോൾ നിങ്ങളൊരു അനുഗ്രഹമാണ് എന്ന് വിളിച്ചു മാടി വിളിച്ച് കൊണ്ടുപോയ ജനതയല്ല ലോകത്തുണ്ടായിരുന്നത്. സത്യവുമായി വന്നവർ, നീതിയുമായി വന്നവർ, നന്മയുമായി വന്നവർ, ധർമ്മവുമായി വന്നവർ, മൂല്യബോധവുമായി വന്നവർ, സനാതന മൂല്യങ്ങളുമായി വന്നവർ, അവരെല്ലാം സമൂഹത്തിൽ സംശയിക്കപ്പെട്ടവരാണ്. അവരെല്ലാം ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. അവരെല്ലാം ലോകത്ത് മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നവരാണ്. അവരെല്ലാം സമൂഹത്തിന്റെ പരിചരണങ്ങൾ സഹിക്കേണ്ടി വന്നവരാണ്. അവരെല്ലാം വേദനകൾ കൊണ്ട് ജീവിതത്തെ പുളയേണ്ടി വന്നവരാണ്. പക്ഷേ
അതിനുള്ളിൽ നിന്നും അവർ പൊരുതി. എന്തിനു വേണ്ടി? ഭൂമിക്ക് ഒരു അനുഗ്രഹമായി വന്നൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഞാനൊരു അനുഗ്രഹമായി തന്നെ പിരിയണമെന്ന മനസ്സിന്റെ ധർമ്മം. പ്രിയമുള്ളവരെ, ലൈഫ് വിൽ സ്മൈൽസ് അറ്റ് യു വെൻ യു ആർ ഹാപ്പി. ലൈഫ് വിൽ ലോസ് അറ്റ് യു വെൻ യു ആർ അൺഹാപ്പി. ലൈഫ് വിൽ സല്യൂട്ട് യു വെൻ യു ആർ മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. ജീവിതത്തിന്റെ 3 മന്ത്രങ്ങളാണ്. ഒന്ന്, നിങ്ങൾ തീരെ സന്തോഷവാനല്ല. എനിക്ക് ടെൻഷനാണ്, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് പരിവട്ടങ്ങളാണ്, എനിക്ക് അല്ലലാണ്, അലട്ടലാണ്. എപ്പോഴും നിങ്ങൾ ഇന്ത്യ വറിയിട്ടേയിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ ജീവിതം നിങ്ങളെ നോക്കി പരിഹരിക്കുകയാണ്. എവിടെ ജീവിതം പറയാണ്, നിങ്ങളെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ജീവിതം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ലൈഫ് വിൽ സല്യൂട്ട് യു വെൻ യു മേക്ക് അതേഴ്സ് ഹാപ്പി. ജീവിതം നിങ്ങളെ നോക്കി സന്തോഷത്തോടു കൂടി സല്യൂട്ട് ചെയ്യും. എപ്പോഴും നിങ്ങൾ മറ്റൊരാളെ കൂടി സന്തോഷിപ്പിക്കുമ്പോൾ. ഞങ്ങൾ ആലോചിക്കണം, വന്നു കഴിഞ്ഞ് കേട്ടപ്പോ തന്നെ അറിഞ്ഞൊരു വലിയ ഹൃദ്യമായ ഒരു വാർത്ത, മനസ്സ് നിറച്ചൊരു വാർത്ത. പ്രിയപ്പെട്ട ശിവച്ചൻ നാളെ ഒരു ചെക്കപ്പിന് പോകുന്നു. അദ്ദേഹത്തിന്റെ കിഡ്നി ഒരു തൃശ്ശൂരുകാരിയായ ഒരു ഹൈറോണിസ് എന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നു. ദൈവകൃപയുണ്ടെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഉള്ളിന്റെ ഉള്ളിൽ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹമാകാൻ എല്ലാവർക്കും കഴിയില്ല. പക്ഷേ പരീക്ഷണങ്ങളുടെ നടുക്കടലിൽ നിന്ന് ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുക എന്ന ദൈവത്തിന്റെ വിളി ഏറ്റെടുക്കാൻ കഴിയുന്ന ഇത്തരം നല്ല മുഹൂർത്തങ്ങളിൽ അത്തരം മനസ്സുള്ളവർ കൂടെയിരിക്കുന്ന, അതുപോലെയുള്ള ഒരുപിടി നന്മയുള്ള വൈദികരും അധ്യാപകരും മുതിർന്നവരും രക്ഷിതാക്കളും കാരണവന്മാരും ഇരിക്കുന്ന ഒരു വേദിയിൽ പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ഉള്ളിൽ തൊട്ട് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് പിരിഞ്ഞു പോകുന്ന സമയത്ത് ലോകത്ത് മുഴുവൻ നമുക്കൊരു അനുഗ്രഹമാകാൻ മദർ തെരേസയെ പോലെ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ജീവിക്കുന്ന തന്റെ പേരമക്കളുടെ മുന്നിലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ ഒരു വിളക്കാണ് ഞങ്ങളുടെ വല്യമ്മ എന്ന് പറയാം. ഞങ്ങളുടെ വല്യമ്മ, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ അനുജൻ, ഞങ്ങളുടെ വൈദികൻ എന്ന് പറയാം. സ്നേഹത്തോടെ സാധിക്കുന്ന നന്മയുടെ അടയാളമാണ് ഞാൻ പറഞ്ഞ ബ്ലെസ്സിംഗ്. അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒന്ന്, നിങ്ങളിൽ ഫ്രീഡം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് ഫ്രീഡം? ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തും ചൂസ് ചെയ്യാൻ, അനുഗ്രഹമാകാം, പരീക്ഷണമാകാം. ആരുടെ ചോയ്സാണ്? നമ്മുടെ ചോയ്സാണ്. നിങ്ങൾ ആലോചിക്കുക, അനുഗ്രഹമായാലാണോ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കുക, പരീക്ഷണമായാലാണോ? പരീക്ഷണമായാലാണ്. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കാര്യക്കാരും ഉണ്ടാക്കില്ല. പക്ഷെ ഉഴപ്പുള്ള കുട്ടീനെ എല്ലാവരും ചോദിക്കും ഓനുണ്ടോ എന്ന് ചോദിക്കും. കാരണം അന്ന് ക്ലാസ്സിലൊക്കെ കഴിയില്ല. കാരണം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുക, കാരണം മനുഷ്യൻ എപ്പോഴും ഹാപ്പി ആകുന്നത് കുഴപ്പങ്ങളിലാണ്, നന്മകളിലല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. കയ്യിലുള്ള ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട് തൊട്ടപ്പുറത്ത് റൈറ്റോ ലെഫ്റ്റോ ഉള്ള ഒരാൾക്ക് കൊടുക്കും. കാരണമായിട്ട് തിരിച്ചു വാങ്ങാൻ പോകും, സാരില്ല. തൽക്കാലം നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അതേ തിരിച്ചു നിങ്ങൾ വാങ്ങിക്കും, ഇല്ലെങ്കിൽ കൊടുത്താൽ ഒരു സ്നേഹത്തോടെ ഒരു സംഗതി എടുത്തിട്ടൊന്ന് കൊടുക്കും. റെഡി, 1 2 3 സ്റ്റാർട്ട്. സാരില്ല, ഇഷ്ടം നിങ്ങൾ തമ്മിലായി കൊടുക്കും. എന്റെ അടുത്ത് ചോദിച്ചു വരുന്നു. ഇനി അടുത്തത്, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ നന്നായിട്ടൊന്നും കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ കൊടുത്തപ്പോഴാണോ ചിരി, നുള്ളിയപ്പോഴാണോ? കൊടുത്തപ്പോഴാണോ സന്തോഷം, നുള്ളിയപ്പോഴാണോ? അപ്പൊ മനുഷ്യന്റെ സന്തോഷം ഏതില? ആൾക്കാർ ഉത്തരവിക്കണില്ല. ഓരോരുത്തർ ഇങ്ങനൊരു ചാൻസിൽ കുറെ കാലായി കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഹാപ്പി ആകുന്നത് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നതിലോ വാങ്ങുന്നതിലോ അല്ല, നമ്മുടെ സ്നേഹത്തിലോ സന്തോഷത്തിലോ അല്ല, നമ്മുടെ പങ്കുവെക്കുന്നതിലല്ല. പക്ഷേ എവിടെയെങ്കിലും നിന്ന് നമ്മളൊരു ചെറിയൊരു ഉഴപ്പൊപ്പിക്കാൻ, ഒരു കുഴപ്പമൊപ്പിക്കാൻ ചാൻസ് കിട്ടിയാൽ അവിടെയാണ് നമ്മൾ എല്ലാവരും ആഘോഷത്തോടെ കൊടുക്കാൻ പറഞ്ഞപ്പോ ചിലർ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞ എന്ത് കൊടുക്കാനാണ്, കയ്യിൽ കൊടുത്തേ. കുറച്ച് നുള്ളാൻ പറഞ്ഞപ്പോ അതും കുഴപ്പമില്ല, കൊടുത്തേക്കാം. എല്ലാവരും 1 2 3 കൊടുക്കണം. സി, നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ പറ്റണമെങ്കിൽ യു ഹാവ് എ ഫ്രീഡം ടു ചൂസ് റൈറ്റ് ഓർ ബാഡ് ഓർ റോങ്. നിങ്ങൾക്ക് നന്മയും നിങ്ങൾക്ക് തിന്മയും ഒരുപോലെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് തെരഞ്ഞെടുക്കാൻ ദൈവം അവസരവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏത് വഴി തെരഞ്ഞെടുക്കുന്നു, ഏതിലൂടെ സന്തോഷിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനം. അവിടെയാണ് the way you make others happy. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന മാർഗം തെരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് വാല്യൂ, അതിനാണ് റിലീജിയൻ, അതിനാണ് ബിലീഫ്, അതിനാണ് ഫെയ്ത്ത്, അതിനാണ് ട്രസ്റ്റ്. ഈ കാണുന്ന ലോകത്തിലെ എല്ലാ നന്മകളുടെയും അടയാളം ആ ഫ്രീഡമാണ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഒരു പരീക്ഷണമാകണോ, ശാപമാകണോ, അനുഗ്രഹമാകണോ എന്ന് തീരുമാനിക്കണം. ലോകത്തിലെ തീവ്രവാദികൾ അവർ ഈ പ്രപഞ്ചത്തിന്റെ ശാപമാണ്. ഒരുപാട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളുടെ ശാപമാണ്, അവർക്ക് ഒരു പരീക്ഷണമാണ്. ഈ ഭൂമിയിലെ മുൻസൃതി കാണിക്കുന്ന, ഗുരുത്തക്കേട് കാണിക്കുന്ന, ആദരവില്ലാത്ത, നന്മയില്ലാത്ത, മൂല്യമില്ലാത്ത, കടപ്പാടില്ലാത്ത, കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു പുതിയ തലമുറ നമുക്ക് പരീക്ഷണമാണ്.
പ്രിയമുള്ളവരെ, എന്നാൽ നമ്മൾ കാണുന്നില്ലേ ചില വ്യക്തികൾ, ചില സമൂഹം, ചില അടയാളപ്പെടുത്തുന്ന ചില അപൂർവതകൾ എന്ന് പരിചയപ്പെടുത്തുന്ന മനുഷ്യർ അവരെ ഭൂമിയിൽ അനുഗ്രഹമായി പെയ്തുറങ്ങിക്കൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. സോ മൈ ഫസ്റ്റ് ആൻഡ് ദ പ്രൈം മോസ്റ്റ് ലേണിംഗ്, നിങ്ങൾക്കും എനിക്കും അങ്ങനെ ഒരു അനുഗ്രഹമായി മാറാൻ പറ്റണമെങ്കിൽ ആ ഫ്രീഡത്തെ ഉപയോഗിക്കണം, സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കണം. ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കാലത്ത് നന്മ കൊണ്ട് അടയാളപ്പെടുത്തപ്പെടേണ്ടവരാണെന്ന ബോധം അടിസ്ഥാനപരമായി ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണം. ആ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി എങ്ങനെ ഫ്രീഡം നിങ്ങൾക്ക് ഫലവത്താകുന്നത്? നിങ്ങൾ ബിക്കോസ് ഓഫ് യുവർ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. അതിനെന്താ പറയുക? ശരീരം, മനസ്സ്, ഭാവ, ഹൃദയ, 4 കാര്യങ്ങളാണ് ഭാരതീയ ദർശനത്തിൽ പറയുന്നത്. ശരീര, മനഃ, അതുപോലെ ഭാവ, ഹൃദയ, ഹൃദയ. ഈ 4 കാര്യങ്ങൾ മനുഷ്യനിൽ ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനം. അതെങ്ങനെ മനുഷ്യനുണ്ടാകുക? ശരീരം മനസ്സിലാൽ നിയന്ത്രിക്കപ്പെടുന്നു, മനസ്സ് ഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്നു, ഭാവം ഹൃദയത്താൽ ഹൃദയവികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ നന്നാകും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭാവങ്ങളാകുന്ന ഇമോഷൻസ് നന്നാവും. ഇമോഷൻസ് നന്നാകും, നിങ്ങളുടെ മൈൻഡ് നന്നാവും. മൈൻഡ് നന്നാവുമ്പോൾ നിങ്ങളുടെ ശരീരം മെച്ചപ്പെടും. അങ്ങനെ ശരീരവും മനസ്സും ഭാവവും ഹൃദയവും മെച്ചപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാകാൻ നിങ്ങൾക്ക് ഒരിക്കൽ സാധിക്കണമെങ്കിൽ ആ ചൂസിംഗ് ആണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ആത്മനിയന്ത്രണത്തിൽ അടയാളം ഉണ്ടാക്കുക. രസകരമായി പറയാനുള്ള ഒരു അനുഭവമുണ്ട്. പണ്ടൊരു അച്ഛനും മകനും കൂടെ ട്രെയിനിൽ കയറിയപ്പോൾ എല്ലാവരും അച്ഛനും മകനും ഇങ്ങനെ നോക്കാണ്. കാരണം വളരെ സ്നേഹത്തോടെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കമ്പാർട്ട്മെന്റിന്റെ സീറ്റിൽ ഇരിക്കുകയാണ്. ആ സ്ലീപ്പർ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ ചുറ്റുമുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് എല്ലാവരും ഇങ്ങനെ തുറിച്ചു നോക്കാൻ തുടങ്ങി. നോക്കി കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൂട്ടുകാരൻ മെല്ലെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കുശലം പറയാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇവൻ ആ ഗ്യാപ്പിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ തുടങ്ങി. ഇവനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഒരു കുട്ടിയുടെ കുസൃതി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വഴി കൂടെയല്ലേ വണ്ടി ഓടിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഗീറൊക്കെ മാറ്റാൻ തുടങ്ങി. എന്നാൽ മറ്റൊന്ന് നുള്ളാനും വലിക്കാനും അവരെ ബാഗ് വലിക്കാനും കാലോട്ട് ചവിട്ടാനൊക്കെ തുടങ്ങി. അപ്പൊ കമ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കൊക്കെ ശല്യമായി മാത്രമല്ല എല്ലാവരും ഇങ്ങനെ പിച്ചിന്റെ ബുദ്ധിമുട്ടുകൾ പറയാൻ തുടങ്ങി. ആ അച്ഛന്റെ മുഖത്തിനെ നോക്കി ഒന്ന് പിടിച്ചു വെച്ചുകൂടെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഈ കുട്ടിയാണെങ്കിൽ ഒരു രക്ഷയില്ല, ശല്യം കൊണ്ട് ഉറങ്ങാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഇവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരാക്രമിയായി ഓടുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ ഈ കുട്ടിയും അച്ഛനും ഇറങ്ങി. ഇറങ്ങുന്നത് കണ്ടപ്പോ ആ കൂടെയുള്ള യാത്രക്കാരെല്ലാവരും പറഞ്ഞു, ദൈവമേ നീ ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഇറങ്ങി പോവുന്നു. പക്ഷെ എല്ലാവരും അടക്കം പറയും, എന്താണ് മനുഷ്യൻ? ഞാനെങ്ങാനുമാണ് അവന്റെ സ്ഥാനത്ത് അച്ഛനെങ്കിൽ കുട്ടി ഷൊർണൂർ വരെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ആത്മനിയന്ത്രണം സമ്മതിക്കേണ്ടതാണ്. അദ്ദേഹം എത്ര തവണയാണ് അടങ്ങ് മാധവ എന്ന് പറഞ്ഞത്. എന്നിട്ടും കുട്ടി അടങ്ങില്ല, എന്നിട്ടും ആ മനുഷ്യനൊന്നും ചെയ്യില്ല. ഷൊർണൂരായിട്ട് കുറച്ച് ടൈം ഉണ്ടല്ലോ. ഒരു യാത്രക്കാരൻ എന്നെ ഇറങ്ങിപ്പോയിട്ട് ഈ അച്ഛനോട് ചോദിച്ചു, അറിയാൻ വേണ്ടി എനിക്ക് ചോദിക്കുകയാണ്, എന്റെ അച്ഛനൊക്കെ ആണെങ്കിൽ ഒന്ന് കൊല വിളിച്ചിട്ടുണ്ടാവും. നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെ നിങ്ങൾക്ക് ഇത്ര വലിയ കൺട്രോൾ കിട്ടിയത്? നിങ്ങൾ കുറെ നേരം അടങ്ങ് മാധവ എന്ന് പറഞ്ഞു, എന്നിട്ടൊന്നും കുട്ടി അടങ്ങിയില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റി? ഉടനെ ആ അച്ഛൻ പറഞ്ഞു, മാധവ എന്ന് പറഞ്ഞത് മോന്റെ പേരല്ല, എന്റെ പേരാണ്. ഞാൻ എന്നോട് തന്നെയാണ് അടങ്ങട. കാരണം എന്തെങ്കിലും ഒരു അഭിനയം നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അടങ്ങ് മാധവ എന്ന് ദൈവത്തെ മുൻനിർത്തി ഞാൻ എന്നോട് തന്നെയാണ് പറഞ്ഞത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ നമ്മളോട് അടങ്ങ് മാധവ എന്ന് പറയേണ്ടി വരുന്ന ചുറ്റുപാടിലാണ്. സെൽഫ് കൺട്രോൾ എന്നത് ഒരു ശീലമാക്കുക. നിങ്ങളിൽ ദേഷ്യമുള്ളവരുണ്ട്, പക്ഷെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാ വികാരങ്ങളുടെയും ആദ്യ മുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന ശബ്ദമാണ്. ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, ചിന്തിച്ചാൽ ചെയ്യൂല, ചിന്തിക്കാത്തതുകൊണ്ട് ചെയ്യും. കാരണം സൂയിസൈഡ് ഈസ് എ പെർമനന്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം. ഉറക്കെ പറയണേ, 1 + 2 3, 2 + 2 4, 4 + 2 6, 6 + 1 5. ബുദ്ധി വിളിക്കാനൊക്കെ തുടങ്ങി. എവിടുന്ന സ്കൂളിൽ പോയത്? പ്രിയപ്പെട്ടവരെ, എത്ര നന്മ ചെയ്താലും ആരും ഓർക്കില്ല. അവസാനം തെറ്റിയത് എല്ലാവരുടെ കണക്കിലും ഉണ്ടാവും. ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്ത നന്മകൾ ആളുകൾ മറന്നേക്കാം. പക്ഷേ നമ്മൾ ഒരു നിമിഷത്തിൽ പറ്റിയ അശ്രദ്ധ ആളുകൾ മരിക്കുമ്പോഴും കൊണ്ടു നടക്കും. അതുകൊണ്ട് നന്മകൾ കുറെ ചെയ്യുന്നതിലല്ല, അബദ്ധങ്ങൾ പറ്റാതിരിക്കുന്നതിലാവണം നന്മയുള്ള മനുഷ്യരുടെ ശ്രദ്ധ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ഒരു ക്ലാസ് നമുക്ക് നൽകിയത് നമ്മുടെ സ്നേഹനിധിയായ റാഷിദ്. അദ്ദേഹം വയനാട് ജില്ലക്കാരനാണ്. പനമരത്തിൽ മാനന്തവാടിക്കടുത്ത് പുളിവയലിലാണ് അദ്ദേഹം താമസിക്കുന്നത്.
പ്രിയപ്പെട്ട റാഷിദിന് ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ. MJSS മലബാർ ഭദ്രാസനത്തിന്റെ പ്രത്യേകമായ സ്നേഹാദരവുകൾ അദ്ദേഹത്തിന് മുൻപിൽ ഇപ്പോൾ ഞങ്ങൾ ചൊരിയുന്നു. പ്രിയപ്പെട്ട സാറ് സ്വദേശത്തും വിദേശത്തും വളരെ തിരക്കുള്ള വ്യക്തിത്വത്തിനുടമയാണ്. ഇനിയും ധാരാളം ക്ലാസുകൾക്ക് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. സമയത്തിന്റെ പരിമിതി മൂലമാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട സാറിന് MJSSയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഈ ദേവാലയത്തിന്റെയും പ്രത്യേകമായ നന്ദി ആദരവുകൾ സമർപ്പിച്ചോളൂ.